once again. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു കബ്സ റെസിപ്പി ആയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കബ്സ എന്ന് പറയുന്നത് ഒരു അറബിക് ഡിഷാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതേതാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, പട്ട, പിന്നെ ജീരകം, ബേ ലീഫ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ക്യാപ്സിക്കമാണ്. ഒരു ക്യാപ്സിക്കം നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്. പിന്നെ ഒരു മസാലക്കൂട്ടാണ് വേണ്ടത്. ഈ മസാലക്കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. കുറച്ച് കുരുമുളക്, കറുവാപ്പട്ട, പെരുംജീരകം, ഒരു ഡ്രൈഡ് ലെമൺ, പിന്നെ കുറച്ച് ഓറഞ്ച് ഉണക്കിയ തൊലി ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്തേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമുക്ക് 2 ഒനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു പച്ചമുളക് എന്ന് പറയുമ്പോൾ ഒത്തിരി എരിവ് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഒരു പച്ചമുളക്. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ അരച്ചെടുത്തതാണ്. ഇവിടെ ഞാൻ 1.5 ടൊമാറ്റോ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ റൈസിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 1/2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇത് തന്നെ നമുക്ക് 1/2 ക്യാരറ്റ് തന്നെ ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് 1/2 ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ വേണ്ട ചിക്കനാണ്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോയ്ക്ക് അടുത്ത് ചിക്കനേ ഉള്ളൂ, കാരണം ഞാൻ 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്ന ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ബസ്മതി റൈസ് ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അത് 2 പേർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു പാൻ എടുത്ത് വെച്ച് പാൻ നന്നായി ചൂടാകുമ്പോൾ ശേഷം നമ്മൾ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ്, എന്ന് വെച്ചാൽ നമ്മൾ മസാലയാക്കാത്തതല്ല, സ്പൈസസ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ സ്പൈസസ് ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ചൂടാക്കുന്നതിന് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. അപ്പോൾ ഇത് ഏകദേശം ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒനിയൻ വഴറ്റുന്ന ഒരു സമയം നമുക്കറിയാമല്ലോ. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒനിയൻ പെട്ടെന്ന് വഴണ്ടി വരും. എല്ലാവർക്കും അറിയുന്ന ഒരു പൊടിക്കൈയാണത്. അപ്പം നമ്മൾ ഒനിയൻ ഇതിനകത്തേക്ക് ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയെടുക്കുന്ന ഒരു കബ്സ, അല്ലെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ കഴിക്കാൻ തോന്നുന്ന ആ ഒരു ഫീലിൽ നമുക്ക് ചിക്കൻ കബ്സ കഴിക്കാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാം. ജസ്റ്റ് ഒന്ന് ഇതാക്കിയപ്പോൾ ഞാൻ ആ പച്ചമുളക് ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുത്തേക്കും. ഞാൻ മുറിക്കുന്നില്ല, കാരണം ഇച്ചിരി കൂടെ സ്പൈസി ആയാലെന്ന് ഓർത്തിട്ടാണ് മുറിക്കാതിരിക്കുന്നത്. ഇതാകുമ്പോൾ അത്യാവശ്യം തന്നെ എരിവ് ഇറങ്ങും. കുഞ്ഞ് കഴിക്കുന്നതുകൊണ്ടാണ് ഒത്തിരി സ്പൈസി ആക്കാത്തത്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ നമ്മൾ അതിനകത്ത് മുളക് പൊടിയൊന്നും ഇടുന്നില്ലല്ലോ. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മൂക്കുന്നത് വരെ നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒനിയൻ ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ടേസ്റ്റൊന്നും വ്യത്യാസം വരത്തില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇപ്പം നല്ല ഒനിയൻ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒത്തിരി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് കുക്കറിൽ വെച്ച് വിസിലടിക്കുന്നതാണല്ലോ. ഇനി നമുക്ക് മസാലയാക്കി വെച്ചിരിക്കുന്ന നമുക്ക് ആ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ മസാലക്കൂട്ട് മാക്സിമം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ പച്ചമണം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലപ്പൊടികളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു ടേസ്റ്റ് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നത്. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ടൊമാറ്റോ അരയ്ക്കുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനകത്ത് ഓൾറെഡി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് അരിഞ്ഞ് ഇങ്ങനെ ഒരു ചെറിയൊരു വാട്ടർ കൺസിസ്റ്റൻസിയോട് തന്നെ നമുക്ക് കിട്ടും. അപ്പം ഇതൊന്ന് ജസ്റ്റ് ആ തക്കാളി നമ്മുടെ ആ പച്ച ചൊവ്വ ഉണ്ടാവുമല്ലോ, നമ്മൾ നേരിട്ടാണല്ലോ അടിച്ചെടുത്തത്, അപ്പോൾ ആ ഒരു ചൊവ്വ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ജസ്റ്റ് ആ മസാല ഒന്ന് ആ ചിക്കനിൽ പിടിക്കുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഒത്തിരി ഇളക്കേണ്ട ആവശ്യമില്ല.
പിന്നെ ചിക്കൻ വേവിക്കാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് വെക്കേണ്ട ആവശ്യമില്ല. കാരണം കുക്കറിൽ വെച്ച് അത് വേവുമ്പം എല്ലാം കൂടി ഇട്ട് വേവുമ്പോൾ ചിക്കൻ വെന്ത് പൊക്കോളും. അതുകൊണ്ട് ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ജസ്റ്റ് ആ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് നമ്മൾ ഇളക്കി അതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അത് ആയി കഴിയുമ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് ഫുള്ളായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയൊക്കെയാണ്. നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റൈസ് ഫുള്ള് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചിക്കനകത്ത് ഓൾറെഡി നമുക്കറിയാമല്ലോ, നമ്മളത് വേവുമ്പോൾ അതിനകത്ത് ഓൾറെഡി ചിക്കനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ ഈ റൈസ് വേവാൻ വേണ്ടി മാത്രമുള്ള വെള്ളം നമ്മൾ എക്സ്ട്രാ പിന്നെ ഒഴിച്ചാൽ മതി. അതും ഒറ്റ വിസിൽ തന്നെ അത് വേഗം വെന്തോളും. എല്ലാം ചിക്കനും റൈസും എല്ലാം വെന്തോളും. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം മസാലാസ് എല്ലാം കൂടെ. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പം ഏകദേശം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ഗ്ലാസ്സോളം ഒരു ഗ്ലാസ്സോളം വെള്ളമേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ 2 ഗ്ലാസ് റൈസിന്. കാരണം വിസിലടിക്കുമ്പോൾ അത്രയും മതി. അത് നന്നായിട്ട് വെന്തോളും. ഒത്തിരി കുഴഞ്ഞു പോകുന്നതല്ല, ഒരു നല്ല രീതിയിൽ കിട്ടണമല്ലോ. അപ്പം നമുക്ക് ഒത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഒരുമിച്ചാണ്, എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ കുക്കറിലിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കണം. അതും ജസ്റ്റ് ഒന്ന് ഇളക്കി നമ്മൾ യോജിപ്പിക്കണം. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. നമുക്കറിയാമല്ലോ ഒരു യുദ്ധത്തിന് എന്തെങ്കിലും ഉപ്പ് വേണമെന്ന് അറിയാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ മാത്രം പിന്നെ വീണ്ടും ഉപ്പിട്ട് കൊടുക്കണം. കാരണം ഇത് ഫുൾ ഒറ്റ സെറ്റിന് വേവുന്നതായതുകൊണ്ട് പിന്നീട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം കുക്കറിൻ്റെ അടപ്പ് വെച്ച് നന്നായി ക്ലോസ് ചെയ്യണം. പിന്നെ നമ്മൾ ഒറ്റ വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞ് നമ്മൾ ആ ഫുള്ള് അതിനകത്തെ പ്രഷറും കൂടെ പോയതിന് ശേഷമേ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് അത് മാറ്റാം. അപ്പോൾ നന്നായിട്ട് തന്നെയാണ് അത് വെന്തിരിക്കുന്നത്. ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. എല്ലാം വിട്ടാണ് റൈസെല്ലാം ഇരിക്കുന്നത്. അപ്പം നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സ്പൈസസ് ഒന്ന് നമ്മൾ പൊടിക്കാണ്ടും അല്ലാണ്ട് നേരിട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കബ്സ ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ഈസി റെസിപ്പിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇനി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരാൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് ബെൽ ബട്ടണും കൂടെ അമർത്തണേ. അടുത്ത വീഡിയോ വേഗം കാണാൻ വേണ്ടി കേട്ടോ.